ഖമനേയിയെ കൊന്നങ്ങ് കൊല വിളിക്കുകയാണ്. അപ്പോൾ ഒരു സൗഹൃദം ഇല്ല. ഖമനയോട് പറയുന്നു, എടോ, പച്ചമലയാളം, അതിൻ്റെ പദാനുപത ട്രാൻസ്ലേഷൻ അല്ല, എടോ കിളവ, താൻ എവിടെയാണ് ഒളിച്ചിരുന്നതെന്ന് എനിക്കും അമേരിക്കൻ പട്ടാളത്തിനും ഇസ്രയേലിനും അറിയായിരുന്നു. തനിക്ക് ഏറ്റവും വൃത്തികെട്ടവും നിന്ദ്യവുമായ ഒരു മരണം തരാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇസ്രയേൽ തന്നെ കൊല്ലാൻ തീരുമാനിച്ച് പുറപ്പെട്ടതാണ്, ഞാനാണ് തടഞ്ഞത്. ട്രംപ് പറയാണ്, അതിന് താൻ എന്നോട് നന്ദിയൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പെരുമാറണം. താൻ ഇങ്ങനെ വലിയ സോക്കോൾഡ്, സ്വയം വിളിക്കുന്ന വലിയ വലിയ പണ്ഡിതനോ മത നേതാവ്, പരമോന്നത നേതാവും ഒക്കെ ആണല്ലോ, താൻ ഭയങ്കര വിശ്വാസിയാണെന്നല്ലേ പറയുന്നത്. ആദ്യം അത്രയും വലിയ വിശ്വാസിയാണെങ്കിൽ താൻ ആദ്യം സത്യം പറയണോ, കള്ളം പറയരുത്. താൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറാൻ അമേരിക്കയെയും ഇസ്രയേലിനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചുവെന്ന്. തേങ്ങയാണ്, തേങ്ങ, നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാം. ട്രംപ് മലയാളിയാണ് അങ്ങനെ പറയുന്നത്. താൻ എന്താ, തൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവൻ, അതിന് ട്രംപ് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചതിന് ശേഷം ഉപയോഗിച്ചിരുന്നൊരു വാക്ക് ഡിസ്ട്രോയിഡ് എന്നല്ല, ഒബ്ലിറ്ററേറ്റഡ് എന്നാണ്. ഒബ്ലിറ്ററേറ്റഡ് എന്നുള്ള വാക്കിൻ്റെ മലയാളത്തിലെ അർത്ഥം തുടച്ചു നീക്കി എന്നാണ്. ഒന്നും ബാക്കിയില്ലാതെ നശിപ്പിച്ചു എന്നാണ്. ആ വാക്ക് വീണ്ടും ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒബ്ലിറ്ററേറ്റഡ്, തൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവൻ ഞാനങ്ങ് തുടച്ചു നീക്കി. എന്നിട്ട് ഇറാനിലുള്ള നിൻ്റെ സൈനിക മേധാവികളെ, നിൻ്റെ ആളുകളെ എല്ലാവരെയും വന്ന് ഇസ്രയേലിലെ പിള്ളേർ തട്ടി. തനിക്കറിയാമോ, ട്രംപ് ചോദിക്കുകയാണ്, ഒരു വമ്പൻ വിമാന നിര ഇസ്രയേൽ ഇറാനിലേക്ക് വിട്ടിരുന്നു. ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ ബിബിയോട് പറഞ്ഞു, തിരിച്ചു വിളിക്കുക. ഞാൻ അങ്ങനെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ ഇറാൻ ഇന്ന് മാപ്പിൽ പോലും കാണത്തില്ലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.